ആ വെളിച്ചം പറ്റത്തില്ല. ശവമായിട്ട് സീനൊക്കെ അടിക്കുന്നത് ആ ഒരു സമയത്താണ് ആ നമുക്ക് ബാക്കി വെളിച്ചം മഴ കോമഡി ഒന്നും എന്നാ യോജിക്കാന്ന് ഇതില്ല. ഞാൻ ഇന്നലെ ഒക്ടോബർ 20 ഈ മാസം ഉണ്ട്. ഈ മാസം 20 OTT. എല്ലാ അത് തമിഴല്ലേ? തമിഴ് തെലുങ്ക്. മലയാളം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അഭിലാഷ് അമലേട്ടായി ജയിച്ചില്ല. പാക്കറ്റ് കാജലിടാൻ പോണോ? ഞാൻ കുളിക്കുമായിരുന്നു. കുളിച്ച് കഴിഞ്ഞു. എടാ വീര, നീ പെസ് കളിച്ച് കുളിക്കുവായിരുന്നു. എനിക്ക് പിന്നെ തോപ്പിക്കാൻ അധികം സ്പേസ് ഒന്നും വേണ്ട. ഈ സ്പേസ് മതി. ഇന്നലെ രാവിലെ തോറ്റതോ? അപ്പൊ ബാത്റൂമിലല്ലായിരുന്നു. പിന്നെ തോപ്പിച്ച അവനടുത്ത് റീഡ് വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ 25 കളി ജയിച്ചതിന്റെ ഞാൻ ഇരുന്നുള്ളൂ. അതെ 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 അതെ. നിന്നെ തോപ്പിച്ച രാവിലത്തെ കളി അടിച്ച ഗോളൊക്കെ വേണമായിരുന്നു ഇടാൻ. ഈ പന്ന ഗോളൊക്കെ ഇടേണ്ട അവസ്ഥ. അത് ലോങ് റേഞ്ച് ഒക്കെ ഹസാർഡ് അടിച്ച എത്ര ഗോളുകൾ, എത്ര മനോഹരമായ ഗോളുകൾ എല്ലാം വെറുതെ. ആ ഗോളിയെ കയറ്റിക്കൊണ്ട് വരാനാ പറഞ്ഞത്. എന്നിട്ട് ലോങ് റേഞ്ച് അടിച്ചില്ല, ഒരു സൈഡിൽ നിന്ന് അടിച്ചത്, അല്ലാതെ നേരെ ഒന്നും അല്ല അടിച്ചത്, ഒരു സൈഡിൽ നിന്ന് അടിച്ചത്. ആരൊക്കെ കളിക്കുന്നേ? ഞാനും പപ്പിക്ക് എന്നെ തോപ്പിക്കണം. പക്ഷേ കഥ പറഞ്ഞോണ്ടിരിക്കുക KGF-ഉം ബാഹുബലിയൊക്കെ. എന്ത് ചെയ്യും മൈസാവ്? ഇതുണ്ടോ? 12:15 ഉറക്കുന്ന പറഞ്ഞത്. ഞാൻ വന്ന് 12:15. അജയ്, അവന്റെ വിക്ടർ ഗയോറസ്റ്റി വന്നു കഴിഞ്ഞാൽ ചിലപ്പം തൂക്കാൻ സാധ്യതയുണ്ട്. ഞാൻ കാണാത്തൊന്നുമല്ല വിക്ടർ അവന്റെ 99 വിക്ടർ ഗയോർക്ക് വരും. 99 അല്ല 109 വന്നാലും ഞാൻ എന്റെ പിള്ളേരും രാജസ്ഥാണ്. ഞാനും എന്റെ ജിയർ ഞാൻ ഇന്ന് മറ്റവന് വിന്നെടുത്തോളാൻ പറഞ്ഞു. നന്മയുള്ള ലോകമേ. കണ്ടോ? അങ്ങനെ അജയ് പുറത്താ. ഇല്ല, 12 മണി. നമ്മളെ കൊണ്ട് കളിപ്പിക്കാൻ നമ്മൾ ജയിപ്പിച്ചാണ് ഇട്ടുള്ളൂ. അതിനും പപ്പ നൈസായിട്ട് അവൻ ജയിച്ചപ്പോ ചതിച്ചത്ര ഞാൻ ചതിച്ചു. അത് കഴിവുള്ളതാ. മലയാളമാണോ? നാടനാണ്. പക്ഷെ ഞാൻ പറഞ്ഞുതരാം, നിനക്കറിയത്തില്ല. ഞാൻ പറഞ്ഞുതരാം. വിഹിതം കണ്ട? വിഹിതം കണ്ടായിരുന്ന? ആരുടെ വിഹിതം? പടം ഞാൻ പറയാം. പടമൊക്കെ കണ്ടോ? വൈശാഖ് ലവ് മാച്ച് കളിക്കുവാണോ? ഇതിനൊന്നും മലയാള നടന്മാരൊന്നും ഇല്ലല്ലോ. മോഹൻലാൽ അറിയോ? വൈശാഖുണ്ടോ? വൈശാഖ് ഞാനുണ്ടാ. നീ വാ, നമുക്ക് കളിക്കാം. വാ, നീ ആയിട്ടാണ് എനിക്ക് ഇതിനെ തോപ്പിച്ച് പിന്നെ തോപ്പിക്കാൻ എന്നാ പാട്? ആരെ തോപ്പിച്ച? അമലിനെ. സംഗീതിനെ.
സംഗീതനൊക്കെ അമ്മ 10 ഗോൾ പിന്നെ നമ്മൾ പറയപ്പെടുന്നു. ഞാൻ പറഞ്ഞു ചുമ്മാ അവസരം പറയുന്നത്. നീ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നീ വൈശാഖമായിട്ട് കമ്പനി ആവുന്നതിന് മുമ്പ് നീ പറഞ്ഞതാ. വൈശാഖ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട് പുതു. അയ്യോ ഞാൻ പറയുന്നില്ല. എനിക്ക് പറയാൻ അടി കളിക്കൂടെ. നമ്മുടെ കൂട്ടത്തില് നമ്മളിപ്പോ ഈ കളിക്കുന്ന ഒരു അതിനകത്ത് അവന്റെ അത്ര പ്ലേയേഴ്സ് ഉള്ള ഒരു അവന്റെ ഗോൾസാനോ റാമസ് ഉണ്ടോ? എന്തോ സേവ് ആയിരുന്ന പെനാൽറ്റി ആണോ തണ്ടി? ഔട്ടായി രാഹുലിന് എത്ര സ്കോർ ഒന്നും ഇല്ല അവരുടെ കയ്യിൽ. അവന്റെ സ്കോഡൊക്കെ എനിക്കറിയാം. മോനുമല്ലേ മോനും മോനും സെറ്റല്ല. നമുക്ക് രാഹുലിന്റെ സ്കോഡ് സോയിനൊക്കെ ഉണ്ട്. അവന് റുമിനീനെ ഉണ്ടോ? കാര്യമില്ല. അവന് കസിയസ് ഉണ്ടോ? നെക്കാട്ടും സീനായിട്ടുള്ള ഗോളിയാ അവന്റെ കിടക്കുന്നത്. അത് ആർക്കും ഇല്ലാത്ത ഗോളിയാ അവന്റെ കിടക്കുന്നത്. അവന് സേവ് കണ്ടിട്ടുണ്ട്. കടൽ മനുഷ്യൻ ഇല്ല. ഞാൻ അവനോട്ട് എന്നും 10 കൊടുക്കാം. അവന് എപ്പോൾ 5 ഗോളൊക്കെ അടിക്കും. ഡബിൾ ബൂസ്റ്ററുള്ള നമ്മുടെ പോസ്റ്റൊക്കെ ഉണ്ട്. ഡബിൾ ബൂസ്റ്റർ കോസ്റ്റോട്ട് അവൻ സെൻട്രൽ ബാങ്ക് ഇട്ടിരിക്കുവാ. അവനെ കളി കയറിയോ? അവന് ഡിവിഷൻ 1 ബാഡ്ജ് ഉണ്ടോ? ലെഫ്റ്റ് ബാക്ക് കളിക്കാൻ മറ്റേ നമ്മുടെ ഗാർഡിയോളുണ്ട്. അവന് ഡിവിഷൻ 1 ബാഡ്ജ് ഉണ്ടോ? അവൻ ഡിവിഷൻ കളിക്കത്തില്ലല്ലോ. പിന്നെ ഡിവിഷൻ 2 കയറിയല്ലോ കളിക്കാതെ. അതെങ്ങനെ മാജിക്കാണ്? എല്ലാ വാചയും നോക്കുന്നുണ്ടല്ലേ? നമ്മള് തർക്കിക്കുമ്പോ തന്നെ എല്ലാം നമ്മൾ പഠിച്ചിട്ട് തർക്കിക്കാവുള്ളൂ. അല്ല ഞാൻ തർക്കിക്കുമ്പോ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ്. ചുമ്മാ കളിച്ചിട്ട് ഡിവിഷൻ അവന് 107ന്റെ ഒസിമാനാണ്. 107ന്റെ ഒസിമാനോ? എന്റെ 107ന്റെ ഇവരുണ്ട്. എന്റെ പേരെന്നാ? 107ന്റെ എസ്താവോ എസ്താവോ 107 ആവും. പക്ഷെ എല്ലാം ബ്രസീൽ കളിക്കാരെ കളിപ്പിക്കണമെന്നേ ഉള്ളൂ. അവന്റെ എന്നിട്ട് 107 അല്ലല്ലോ അവന്റെ ഒസിമാൻ 105 ആണല്ലോ. 104ന്റെ ഡെക്കോ ഉണ്ട്. ഡെക്കോയോ? ആർക്കും അറിയത്തില്ല. ആ പ്ലെയർ ഡീക്കോ. അത് ബാഴ്സലോണയുടെ ഡീക്കോ അല്ലേ? എനിക്കറിയാം. അവന്റെ ഒബോമാനുണ്ടോ 102ന്റെ? എന്റെ ഉണ്ട്, അവന്റെ ഉണ്ട്, പപ്പയുടെ ഉണ്ട്. കളിക്കാത്ത പിള്ളേരെ മാത്രമേ പിന്നെ അവന്റെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് റേക്കാറുണ്ടോ? റേക്കാർ മുല്ലപ്പെരിയാട് അവന് ബോംബ് വീശുന്നു. ആ പൊട്ടുവാണെങ്കിൽ തമിഴ്നാടിൽ നിന്ന് കേരളം അടി നടന്നിട്ട് എന്നെ കാലം എനിക്ക് കിട്ടുമല്ലോ. കോട്ടയം പോയി. കോട്ടയം പോകുന്നില്ല. ഞങ്ങൾ കോട്ടയം കുന്ന സ്കൂളിൽ കയറിയെങ്കിൽ അതാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് ഉണ്ണി ഒരു സിനിമ വരെ ഇറക്കും. നായകൻ ടോവിനോ തോമസ്. അമലാണ് ടോവിനോ തോമസ്. അമലെല്ലാം രക്ഷിക്കാൻ പോയിട്ട് മണ്ണിന്റെ അടി കുഴിഞ്ഞു പോട്ടി എത്തും. ചവിട്ടിത്താക്കുക. പപ്പിയെ രക്ഷിക്കണം. പപ്പി ചവിട്ടിത്താക്കണം. കളി ഓടിച്ചോണ്ട് അങ്ങോട്ട് സെറ്റായി. ശരിക്കും അങ്ങനെയാണ്. എന്നായിരിക്കും പപ്പിയെ രക്ഷിക്കാൻ വേണ്ടി അമല് പോവും. പപ്പി ചവിട്ടിത്താക്ക്. അക്കൗണ്ടും കൊണ്ട് അമല് പോകുന്നു. അക്കൗണ്ട് പാസ്വേഡ് മേടിക്കുക. പാസ്വേഡൊക്കെ വാങ്ങിച്ചിട്ട് നീ എവിടെയെങ്കിലും പോകുമോ? അല്ലെങ്കിൽ ചവിട്ടിത്താക്കിട്ട് രക്ഷിക്കണമെങ്കിൽ ID പാസ്വേഡും പറയാൻ പറ്റും.
കളി കഴിഞ്ഞോടാ അമലെ? 64 ഞാൻ 74 ഉള്ളൂ. എന്നാ പച്ചക്കറിക്കാരെ എല്ലാം പിടിച്ച് ടീം അല്ലാതെ എന്നെ സംഭവിക്കുന്നു. ഷോർട്ട് ടൈമിന് മാത്രമല്ല ഷോർട്ട് ടൈം ഹൈലൈറ്റ് ഷോർട്ട് ടൈം. റൈറ്റ് ബാക്ക് ഒരു സെൻട്രൽ ബാക്കും കൂടെ കാണാം സെറ്റ് ആകാം. എനിക്കും വേണം. കണ്ണാകാരുണ്ട് മണ്ട. ഞാനെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജയിച്ചേച്ച് പോകുന്നു. കളിക്കാർ ഓടുന്നു. എന്റെ ഇവൻ ചോയ്സ്കോവിച്ച് കിടുവാന്ന് എല്ലാരും പറയുന്നത്. ശരിക്കും അങ്ങോട്ട് തെറ്റാവുന്നില്ല. ആ പട കിട്ടിയ ഫ്രീ ട്രൈന്ന് കിട്ടിയ പണ്ട്. പക്ഷേ അവന്റെ 101 ട്രോഫി ഉണ്ടോ? 102 ഫിനിഷിങ് 96, ഹെഡിങ് 94. ചെയ്തില്ലെന്നത് അവന് ചവിട്ടി പുറത്താക്കി കഴിഞ്ഞ ദിവസം. അവന് 105-ന്റെ ഞാൻ പപ്പിയുടെ ഞാൻ പപ്പിയുടെ ധോണിയെ കണ്ടിട്ട് വരാം. നിങ്ങളുടെ ധോണി പാഴെ ചുമ്മാ തവിലി ഇറക്കുക. ധോണിയെ കിട്ടുമ്പോഴൊക്കെ എന്നെ ഫ്രീ ട്രൈ കിട്ടി. അല്ലാത്തവർക്കൊന്നും കിട്ടും. അതൊരു കുറെ പോയി കിട്ടിക്കൊണ്ട് വരും. 102-ന്റെ അജയും ടീമിൽ അജയും പപ്പി വന്ന തോറ്റണ്ടായിരുന്നു. പപ്പി ഇരയല്ലെന്നോ? നീ എനിക്കൊരാളാണ് കൂടാ. അതിൽ അമലൊരു ഇരയല്ല, നീ ഒരു ഇരയല്ല. അപ്പളാ ലോകം ചെയ്തില്ല. ഇങ്ങനെ ലോകം ചെയ്യുന്നത് ഞാൻ വിചാരിച്ചത്. ഫോൺ ഡിസ്പ്ലേ ഒക്കെ മാറി. രാത്രി 11:30 കളിക്കാൻ പറ്റും. പോയി കിടന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞു. എന്റെ കുഴി തോന്നുന്നുണ്ടോ? ഞാൻ തന്നെ അടിച്ചോ വേണ്ട ഓള. അവൻ ഗോൾ ചോട്ടില്ല. നീ പറഞ്ഞ കാര്യമൊന്നുമില്ല നമ്മളെ. ഞാൻ അടിച്ചു കളയണ്ട ഓളെ. ഞാൻ പാസിട്ട് കളി നശിപ്പിക്കണം. അല്ല എങ്ങനെയാ ഇപ്പൊ കിട്ടും. മത്യൂസ് ക്യൂനെ കിട്ടും. ഫ്രീ ട്രൈ കളിക്കാൻ പോവാ. മത്യൂസ് ക്യൂനെ ബ്ലിസ്കുകൾ വേണം. ബ്ലിസ്കുകൾ പച്ചക്കൂതി മുക്കാത്തത് 50-60 മാത്യൂസ്. ആ റൈറ്റ് ബാക്കിനെ കിട്ടി. പിന്നെ അല്ല സീൻ തന്നെ. എന്റെ പേരെന്താ? റൗള് ബെല്ലനോവ. കഴിവോളമൻ മുടിഞ്ഞു പോകത്ത്. 70-75 കളിക്കാരൊക്കെ എത്ര വണ്ടയ്ക്കൂടി കേൾക്കുന്നുണ്ടല്ലേ പാവങ്ങള്. അതെല്ലാം നിനക്ക് അടിക്കാൻ എനിക്ക് അടിക്കാം. നീ പോടാ വെക്കാം. വൈശാഖ് ഉമ്മാരൊന്നും അടുത്തുള്ള വൈശാഖ് എന്നാ ചെയ്യും? ആ പിന്നെ 60 പോയിന്റ് ധോണിക്ക് ഇറക്കിയാലോ? ഓൾറെഡി 300 പോയിന്റ് ഉണ്ടായിരുന്നെ കറക്കി തീർത്തു. 1000 കോയിൻ ഇറക്കി ധോണിക്ക് വേണ്ടി. നിനക്ക് എപ്പം കഴിഞ്ഞ ദിവസം നീ 1000 കോയിൻ ആർക്കൗണ്ടി ഇറക്കിയായിരുന്നല്ലോ? 1000 കോയിൻ തന്നെ ഞാനിപ്പോ പറഞ്ഞ 1000 കോയിൻ. 1000 കോയിനാണ് ഇപ്പൊ പറഞ്ഞ 1000. ഇന്നലെ മറ്റേ പീറ്റർ ചെക്കിന്റെ ഒക്കെ പാക്ക് ഇറക്കിയായിരുന്നെങ്കിൽ ഉറപ്പായിരുന്നു. ആരുടെ? പീറ്റർ ചെക്കിന്റെ അതെങ്ങനെ ഉറപ്പായിട്ടും കിട്ടുന്നത്? എന്നുവെച്ചാ ആ പാക്ക് എൻഡ് ചെയ്യുന്ന സമയത്താണ് കറക്കേണ്ടത്. ആ അത് പണ്ട് കിട്ടുമായിരുന്നു. ഇപ്പൊ അങ്ങനെ കിട്ടുന്നില്ലെന്നൊരുത്തും പറയുന്നത്. ഞാൻ ഒരു കറക്റ്റ് ഇറക്കിയിട്ടൊന്നും എങ്ങാനും ധോണിയെ കിട്ടിയാലോ?
ബാക്ക് മറ്റേ ഗ്രൂപ്പിലൊന്നും ആയാ നാളെ ഇറക്കും, നാളെ രാത്രി ഇറക്കും. ഏത് റൂണിയുടെയാ? ആ ഉറപ്പാ. ഒരു അപ്പൊ നാളെ രാത്രി എല്ലാവരെയും കിടക്കും, ഇന്ന് രാത്രി ആരും കിടക്കുക. എനിക്ക് വേണ്ട റൂണിയല്ല, എനിക്ക് റിയോ ഫെർഡിനാൻഡിന്റെ വേണ്ട, സെൻട്രൽ ബാക്ക് ഇല്ലാതെ. ഞാൻ ഇങ്ങനെ വലിയ കാലത്ത് VPN ഒക്കെ ഇട്ട് കറക്കി തീർത്ത ഗോൾ മുഴുവൻ. നമ്മൾ അടിച്ചിട്ടാൽ അവൾ ജയിക്കും. നമ്മൾ അടിച്ച് ഉറപ്പാ. ഇന്നത്തേനെക്കാട്ടിലും ബെറ്റർ നാളെ ഇറക്കണം. എന്നാ ഇമാര് വരുന്നില്ല, എന്റെ 4% ചാർജ് ഇറങ്ങിപ്പോയി, 3%. ഡോങ്കികൾ നമ്മളെല്ലാം മരത്തില്ല, നമ്മളൊക്കെ പേടിയാ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അവന്മാരെ അങ്ങ് എടുത്താൽ മതിയായിരുന്നു. ഇപ്രാവശ്യം നല്ല ഇത് വരുമെന്ന് വിചാരിച്ച് കോൺട്രാക്ട് അന്ന് പാഴ് കോൺട്രാക്ട് ആയിട്ട് തോറ്റ കോപ്പി അല്ലേ. ഈ കപ്പലിലെ പന്നക്കോച്ചാന്ന് പറയുന്നുണ്ട് ഇപ്പം ഗോളും പാസൊന്നും കാട്ടാൻ ഡിഫൻസ് പൊട്ടുവെന്ന് പറയുന്നുണ്ട്. പൊട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ ഫേസ്ബുക്കിൽ കണ്ട കപ്പലിലെ മേടിച്ച ഡിഫൻസ് ഭയങ്കരമായിട്ട് പൊട്ടുന്നു പഴയതെല്ലാം. അതൊക്കെ എന്റെ വെക്കമ്പർ പൊട്ടി പാളിസായി. ഇപ്പൊ ശവനെ വെച്ച് കളിപ്പിക്കുന്ന വേറെ വഴിയില്ല. കഴിഞ്ഞ ദിവസം രാഹുൽ അയച്ച പോലെ 3GP കളിക്കാരെല്ലാം മേടിച്ചിട്ട് ടീമിലിട്ടിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് VPN ജപ്പാൻ ഇട്ടിട്ട് 300 രൂപയും കറക്കിപ്പോ. സന്തോഷം. വെറുതെ അറിയിക്കണം ഞാൻ 300 VPN ഫോണിന്റെ സ്പേസും കളഞ്ഞ് കറക്കി. നമ്മളെ VPN ഇട്ട് കറക്കിയായിരുന്നു. ഗോൾ അടിച്ചിട്ട് ഓഫ്സൈഡ് നിൽക്കുന്നുണ്ടോ? പിടിച്ചോ? ഗോൾ അടിച്ച് സെലിബ്രേഷനെ വിട്ട് ആദ്യം ഓഫ്സൈഡ് വിളിച്ചു. ആ അതുണ്ട്, അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അത് എനിക്ക് ഇതുവരെ വന്നില്ല അങ്ങനെ. ആരാ സെലിബ്രേഷൻ ഇട്ടത്? സെലിബ്രേഷൻ ഇട്ടാലേ വരത്തില്ല, അല്ലെങ്കിൽ ഗോൾ ഓഫ്സൈഡ് വിടും. സെലിബ്രേഷൻ ഇട്ടാൽ കാണിക്കും. വെറുതെ ഉള്ളത് ആണോ ഓഫ്സൈഡ്? ശരി തൊപ്പി കളി ഇപ്പൊ കളിയാക്കില്ല തന്നെ. പക്ഷേ പോയോ? പക്ഷേ ആരാ അവിടെ രാഹുൽ കളിക്കുന്നടോ? ആറ് രാത്രി കറക്കാൻ വല്ലതും കയറിയായിരിക്കും. രാവിലെ ലോകത്തുള്ള എല്ലാ പരിപാടിയും പഠിച്ചു വെച്ചേക്ക്, എങ്ങനെ കളിക്കാരെ കിട്ടും. ആ സുനിശ്ചേതരെയൊക്കെ എടുത്ത് ടീമിലിട്ടിരിക്കുന്ന കേട്ടോ. ഇന്ത്യ സ്നേഹം നിന്റെ അവന്റെ ടീം ഉണ്ടോ? അവരെ 96-നെ 97-ന്റെ കളിക്കാരെ എടുത്തിരിക്കുക. ആ കളിക്കാരെ മുഴുവൻ കിട്ടുകയും ചെയ്യും. അത് അടുപ്പിച്ച് കണ്ടു കിട്ടുകയും കളിക്കാര്. ആ ഇപ്പൊ ആ മുറ്റടാ പോട്രസും ലോങ് റീച്ച് ആക്കുള്ളൂ. ഡിഫൻസിമുണ്ട്. ഗോളിയാണെങ്കിൽ കസീസ് ഗോളിയാവും കളിപ്പിക്കും. വേറെ ഗോളിയില്ല. മിക്കവാറും കുറച്ച് അടുത്ത ആഴ്ച 97-ന്റെ ഗോളി എടുത്തിട്ട് ഈ ആഴ്ച കളിപ്പിക്കും. കളിപ്പിക്കാത്തവർക്കാൻ തോന്നുന്നു കിട്ടാൻ തോന്നുന്നു. എന്തൊക്കെ കളിപ്പിക്കായിരിക്കും. അതൊന്ന് വാഴ ഒന്ന് ഇറങ്ങി 1 മണിക്കൂറായാലും കയറി കുത്തിയിരിക്കുന്നു. അല്ലാതെ നീ സമയം സ്കബറൊക്കെ വേണ്ടി സമയം കളഞ്ഞല്ല. കേറോ വിശാഖ 100 പേരുള്ള അത് ഇടയ്ക്ക് കിട്ടും. എവിടെ 100 കിട്ടി. ആ DMS ഏത് ബൈക്കില്? ജപ്പാനോ? ഞാൻ കളിപ്പിക്കുവാ. 103 നമ്മൾ കളിപ്പിക്കുക. അങ്ങനെ നിങ്ങളെ കളിപ്പിക്കും. ബെസ്റ്റുകളൊക്കെ ഉണ്ട് അതിനകത്ത്. അതൊന്ന് ഇറങ്ങി വേണം പറ്റികളെ. ഒരു 15,000 കോയിനാക്കിട്ട് വന്നതാണ്. കുഞ്ഞോട്ടുണ്ട്. ഞാൻ അത് പരട്ടയൊക്കെ ഉണ്ട്. അത് എത്ര എന്റെ അത് 10,000 കോയിൻ ഉണ്ടായിരുന്നു ഒരിടയ്ക്ക്. അത് മൊത്തം കളിച്ചു. ഒരു മാസത്തിന് അത് കിട്ടിയില്ലേ? 100 കുഞ്ഞോട്ടിന് 1500 മെസ്സി എടുത്തു. 15,000 കോയിനുണ്ടെങ്കിൽ ആ ബാക്ക് വായ്പ 15,000 അല്ല, അതിനകത്ത് 5,000 കോയിൻ ഉണ്ടായിരുന്നു. 5,000 6,000 കോയിൻ ഉണ്ടായിരുന്നു. ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ കുഞ്ഞോട്ടിന് അപ്പത്തേനും മെസ്സി അങ്ങ് മേടിച്ചു. അതുകൊണ്ട് 1500 കോയിൻ പോയില്ല. ബാക്കി കോയിൻ കറക്കി. ഞാൻ പറഞ്ഞ കറക്കട്ടെ എന്നാ കറക്കട്ടെ. ആദ്യം 902 കറക്കി. അന്നാ ഇനി വെക്കണ്ട, ബാക്കി കറങ്ങിക്കാൻ പറയും. മുഴുവൻ കറക്കി. ഒരു വാങ്ങാൻ പറ്റില്ല. MSN ബാക്ക് വരാൻ പോകല്ലേ?
ആ വരട്ടെ, അത് നവംബറിൽ വരത്തുള്ളൂ. റോമഡ് അതിനകത്ത് റൂമൊക്കെ നെയ്മർ ഇട്ടേക്കുവാ.